सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। സഹോദരങ്ങളെ, യോഗ എന്താണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൂട്ടായ്മ, ഇണങ്ങിച്ചേരുന്നത്, ഇതൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. ജീവനും ശരീരവും തമ്മിലുള്ള ഇണക്കം, ജീവനും മനസ്സും തമ്മിലുള്ള ഒരു പൊരുത്തം, മനസ്സിനും സമൂഹത്തിനും സമൂഹാംഗങ്ങളോടും പ്രകൃതിയോടുമുള്ള ഒരു പൊരുത്തം, ഒരു ഇണങ്ങിച്ചേരൽ, തടസ്സമില്ലാത്തൊരു ഇണങ്ങിച്ചേരൽ, തടസ്സങ്ങൾ ഏർപ്പെടാതൊരു ഇണങ്ങിച്ചേരൽ. ജീവന്റെ പ്രവാഹത്തിന് ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാകാതെ ആ പ്രവാഹം തൻ്റെ പൂർണ്ണാവസ്ഥയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം ശരീരത്തിനുണ്ടാകുമ്പോൾ ഇതുകൊണ്ട് ലഭ്യമാകുന്നത് മനസ്സാന്നിധ്യം, മനസ്സിൻ്റെ പൂർണ്ണാവസ്ഥ, സന്തോഷം, സമാധാനം, ശാരീരികാരോഗ്യം, ദൃഢവിശ്വാസം, ആത്മവിശ്വാസം, ഇതൊക്കെയാണ് ഈ യോഗം കൊണ്ട് നമുക്ക് സിദ്ധിക്കുന്നത്, ലഭ്യമാകുന്നത്. പതഞ്ജലി മഹർഷിയാണ് യോഗശാസ്ത്രത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് യോഗസൂത്രം. യോഗസൂത്രത്തില് യോഗത്തിന് 8 അംഗങ്ങളായി പിരിച്ചു വച്ചിട്ടുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി. ഇങ്ങനെ 8 അംഗങ്ങളുടെ വിശദീകരണമാണ് യോഗശാസ്ത്രം. ഇതിന് ഈ 8 അംഗങ്ങളും ചേർന്ന ഈ യോഗ പരിശീലനത്തിന്, ഈ അഭ്യാസത്തിന് രാജയോഗം എന്ന് പറയുന്നു. മനസ്സിൻ്റെ പൂർണ്ണത, മനസ്സിൻ്റെ യാഥാർത്ഥ്യം, ഈ പൂർണ്ണത ലഭിക്കുന്ന അവസ്ഥയാണ് ആത്മസാക്ഷാത്കാരം. ഈ ആത്മസാക്ഷാത്കാരം ലഭിക്കാനുള്ള മാർഗമാണ് യോഗം. ഈ പതഞ്ജലി യോഗത്തിലെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി എന്ന് 8 അംഗങ്ങളുണ്ടല്ലോ. ഓരോന്നിനും അതിൻ്റേതായ വിശദീകരണങ്ങളുണ്ട്. ആഴത്തിൽ അതിനെ മനസ്സിലാക്കാൻ പല ഭാഗങ്ങളുമുണ്ട്. അതിൻ്റേതായ പരിശീലന മാർഗങ്ങളുണ്ട്. ഒരു പടിയിൽ നിന്നുകൊണ്ട് വേണം അടുത്ത പടിയിലേക്ക് കയറുവാൻ. അങ്ങനെ പൂർണ്ണമായി യോഗ പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഇതിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവസാനം ലഭിക്കാൻ പോകുന്നത്? അറിവിൻ്റെ പൂർണ്ണതയാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. എന്താണ് ഈ അറിവിൻ്റെ പൂർണ്ണത? ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി
ധ്യാനം എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. യോഗസൂത്രങ്ങളിലെ യമം, നിയമം, ആസനം, പ്രാണായാമം എന്ന് ധ്യാനത്തിന് മുമ്പിൽ പ്രതിപാദിച്ചിട്ടുള്ള ഈ പരിശീലനങ്ങൾ, ഈ തത്വങ്ങൾ, മനസ്സിനെ ധ്യാനത്തിന് വേണ്ടി തയ്യാറാക്കുവാനുള്ള സൂത്രങ്ങളാണ്. യോഗസൂത്രം എന്നല്ലേ പറയുന്നത്? സൂത്രങ്ങളാണ് ഇതിനു മുമ്പ് പ്രതിപാദിച്ചിട്ടുള്ള യോഗസൂത്രങ്ങൾ, അംഗങ്ങൾ. മനസ്സിനെ ഏകാഗ്രമാക്കുവാനുള്ള പ്രയത്നമാണ് ധ്യാനം. ധ്യാനത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുവാൻ ഒരു വസ്തു ആവശ്യമാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ധ്യാനിക്കണം. ആ വസ്തുവിൽ ഏകാഗ്രത കേന്ദ്രീകരിക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ വ്യക്തമായി പൂർണ്ണമായി മനസ്സിനെ കേന്ദ്രീകരിക്കാനുള്ള ആ വസ്തു മനസ്സു തന്നെയാണ്. മനസ്സിനെ മനസ്സിൽ തന്നെ ധ്യാനം ചെയ്യുക. അപ്പോൾ ധ്യാനം ചെയ്യുമ്പോൾ അതിനു മുമ്പ് ആ ധ്യാനത്തിന് വേണ്ടി തയ്യാറാക്കണം ശരീരത്തിനെയും മനസ്സിനെയും. ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത്, ധ്യാനത്തിന് വേണ്ടി എങ്ങനെ ഇരിക്കണം എന്ന് വിശദീകരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. 6-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം. സമം കായ ശിരോഗ്രീവം ധാരയന്നജലം സ്ഥിരം സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ. ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ശരീരവും തലയും കഴുത്തും ഒരേ നേർരേഖയിലിരിക്കണം. ഇരിക്കുമ്പോൾ പത്മാസനത്തിലിരിക്കാം, സുഖാസനത്തിലിരിക്കാം, വജ്രാസനത്തിലിരിക്കാം, സിദ്ധാസനത്തിലിരിക്കാം. പത്മാസനമാണ് ഉയർന്ന ആസനം. പക്ഷേ പത്മാസനത്തിൽ കുറഞ്ഞത് 20 നിമിഷം ധ്യാനത്തിന് വേണ്ടി ഇരിക്കാൻ ശരീരം അത്രയും നേരം നമുക്ക് അതിന് ഇണങ്ങിച്ചേരണ്ടേ, ഇരിക്കാൻ പറ്റണ്ടേ, ഇരിക്കാൻ സാധിക്കണ്ടേ? അങ്ങനെ 20 നിമിഷം സ്ഥിരമായി ഇളകാതെ നിശ്ചലനായി ഇരിക്കുക എന്നുള്ളത് അത്ര ലളിതമായ കാര്യമല്ല. അങ്ങനെ 20 നിമിഷം പത്മാസനത്തിൽ, സുഖാസനത്തിലായാലും ശരിക്ക് ധ്യാനം ചെയ്യാൻ ഇരിക്കണമെങ്കിൽ ശരീരം നിവർന്ന് തലയും കഴുത്തും ശരീരവും ഒരേ നേർരേഖയിലാക്കി അങ്ങനെ 20 നിമിഷം ഇളകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ശരീരത്തിനെ തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കാൻ വേണ്ടിയാണ് ആസനങ്ങൾ ചെയ്യുന്നത്. യോഗാസനം. ഒരു മനുഷ്യൻ 20 നിമിഷം ഇളകാതെ പത്മാസനത്തിൽ ധ്യാനത്തിന് വേണ്ടി മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ സാധാരണമായ മനുഷ്യൻ്റെ ശരീരം രോഗമറ്റതാണ്, ആരോഗ്യാവസ്ഥയിലാണ് എന്നർത്ഥം. അപ്പോൾ രോഗമറ്റ ഒരവസ്ഥയെ ശരീരത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ ധ്യാനിക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരീരത്തിൽ രോഗമില്ലാത്ത പൂർണ്ണ ആരോഗ്യാവസ്ഥയിൽ മാത്രമല്ലേ ഇത് സാധ്യം. നിരന്തരമായ യോഗാസന പരിശീലനം കൊണ്ട് ശരീരത്തിന് മെയ്വഴക്കവും രോഗപ്രതിരോധന ശേഷിയും കൈവരിക്കാനാകും. ഇനി ധ്യാനത്തിൽ എവിടെ ധ്യാനം ചെയ്യണം എന്നുള്ളതും അതിൽ പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ. നാസികാഗ്രം സ്വം, നാസികയുടെ അഗ്രത്തിലെ സ്വം, നമ്മളെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ ആ മനസ്സിൽ തന്നെ ലയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ധ്യാനം. അപ്പോൾ സമം കായ ശിരോഗ്രീവം, തലയും കഴുത്തും അങ്ങനെ നേർക്കോട്ടിലിരുന്നു കൊണ്ട്, ശരീരവും തലയും കഴുത്തും നേർരേഖയിൽ ഇരുന്നു കൊണ്ട്, ധാരയൻ അചലം സ്ഥിരം, ചലിക്കാതെ നിശ്ചലനായി സ്ഥിരമായി അങ്ങനെ ധ്യാനത്തിലിരിക്കുക. അപ്പോൾ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം, നാസികാഗ്രത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക. മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദിശശ്ചാനവലോകയൻ, ചുറ്റുപാടുകളെ, താൻ ഇരിക്കുന്ന സ്ഥലത്തെ തന്നെ മറന്നുകൊണ്ട് ജാഗ്രതാവസ്ഥയിൽ
സ്വപ്നാവസ്ഥയിലല്ല, അവിടെ ഉറക്കമല്ല, ജാഗ്രതാവസ്ഥയാണ്. ആ ജാഗ്രതാവസ്ഥയിൽ തന്നെ തന്നെ മറന്നുകൊണ്ട് മനസ്സിനെ നാസികാഗ്രത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുവാൻ വേണ്ടി ശരീരത്തിൽ എവിടെയും വേദനയോ ഒരു വൈഷമ്യമോ ഇല്ലാതെ ശരീരത്തിനെ മറക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ലഭ്യമാകുക. ഇങ്ങനെയെല്ലാം സാധിക്കുമ്പോഴാണ് ആ ധ്യാനം അതിൻ്റെതായ പൂർണ്ണാവസ്ഥയിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ നാസികാഗ്രത്തിൽ മനസ്സിനെ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ധ്യാനത്തിന് ആജ്ഞാധ്യാനം, അജ്ഞാചക്രത്തിൽ ധ്യാനം ചെയ്യുക, ഇത് ധ്യാനത്തിൻ്റെ ആദ്യത്തെ ഒരു പടിക്കല്ലാണ്. ഇവിടെ ധ്യാനം ചെയ്യുക, ഈ ധ്യാനത്തിൽ വിജയം നേടുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടാണ് ഇവിടെ നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഇരുന്നുകൊണ്ട് ഏകാന്ത ചിത്തനായി നാസികാഗ്രത്തിൽ മനസ്സിനെ കേന്ദ്രീകരിച്ചിട്ട് ഇനി ഇരിക്കുക. പക്ഷേ ഇവിടെ ഇങ്ങനെ കേന്ദ്രീകരിച്ചിരുന്ന് ധ്യാനം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങളും ശരീരത്തിലും മനസ്സിലും സംഭവിക്കും. അതിനെ അപ്പോൾ ആ അവസ്ഥകളെ അത് ദുഃഖമയമാക്കാത്ത അവസ്ഥകളാക്കി മാറ്റി തീർക്കാൻ ഇതിനു മുമ്പിൽ ഇതിൽ പ്രാവീണ്യം സിദ്ധിച്ച ഒരു മഹായോഗിയുടെ മാർഗരേഖ ആവശ്യമാണ്. ഇതിനാണ് ഈ ആധ്യാത്മിക പരിശീലനത്തിന് തക്കതായ ഒരു ഗുരു ആവശ്യമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ദീക്ഷ എന്ന വാക്കുകൊണ്ട് ശുദ്ധമാക്കുക എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ ആ ശുദ്ധമാക്കൽ എന്തിനെയാണ് ശുദ്ധമാക്കുന്നത്? ആത്മാവിനെ പരിശുദ്ധമാക്കുക, ആത്മാവിൽ അടിഞ്ഞു ചേർന്നിട്ടുള്ള അശുദ്ധങ്ങളെ നീക്കുക, ആത്മാവിനെ ശുദ്ധീകരിക്കുക. ആത്മാവിലെ നാമും നമ്മളുടെ പിതാമഹന്മാരും ചേർത്ത് വെച്ചിട്ടുള്ള ആ അശുദ്ധങ്ങളാണ് മനസ്സിലുള്ള ഈ വേണ്ടാത്ത തോന്നലുകളൊക്കെ വരാൻ കാരണം. അപ്പം മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ് ധ്യാനം കൊണ്ടുള്ള ഒരു നേട്ടം. അപ്പം മനസ്സിനെ ശുദ്ധീകരിക്കണമെങ്കിൽ അശുദ്ധങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അശുദ്ധങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോൾ അതിലുള്ളിലുള്ള ചോട്ടിലുള്ളതൊക്കെ ഇളകി ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പം മനസ്സ് കൈവിട്ട് പല സ്ഥലങ്ങളിലും അങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കും. അതിനെ ഒരു കടിഞ്ഞാണ് വിട്ട് പിടിച്ചുകൊണ്ടിരിക്കണം എങ്കിൽ ഒരു ഗുരു അവിടെ ആവശ്യമാണ്. ആധ്യാത്മിക പരിശീലനം എന്നത് സൃഷ്ടിയുടെ ആഴത്തിലേക്കുള്ളൊരു പ്രവാഹമാണ്. തക്ക സമയത്ത് തെറ്റും ശരിയും ചൂണ്ടിക്കാണിക്കുവാൻ ഒരു ഗുരു ഇല്ലെങ്കിൽ സാധകൻ പല പ്രത്യാഘാതങ്ങളെയും അനുഭവിക്കേണ്ടി വന്നേക്കാം. ഒരു സദ്ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ആധ്യാത്മിക പരിശീലനം ചെയ്യുന്ന ഒരു സാധകന് ഇന്ദ്രിയങ്ങൾക്ക് മേലെയുള്ള, ഇന്ദ്രിയങ്ങൾക്ക് ലഭ്യമാകാത്ത ഇന്ദ്രിയാതീതമായ അറിവിൻ്റെ പൂർണ്ണതയും ആത്മസാക്ഷാത്കാരവും ലഭ്യമാകുന്നു. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് വളരെ ചെറുതാണ്. ഈ മനസ്സ് എങ്ങനെ ആണ് നമ്മുടെ ശരീരത്തിലെ അടുത്ത് അല്ലെങ്കിൽ നമുക്കുള്ളിൽ ആത്മാവിൻ്റെ മേലെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അനുഭവങ്ങളാണ് മനസ്സിൻ്റെ മൂലധനം. ത്വക്ക്, നാക്ക്, മൂക്ക്, കണ്ണ്, കാത് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ലഭിച്ച അറിവ്. പക്ഷേ ഈ അനുഭവങ്ങളെ അപഗ്രഥിക്കണം. ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ മനസ്സിനെ അപഗ്രഥിച്ച് ആ മനസ്സിൻ്റെ ആന്തരിക ഭാവങ്ങളിലേക്ക് ചെന്നെത്താൻ, അല്ലെങ്കിൽ മനസ്സിൻ്റെ മൂലമായിരിക്കുന്ന വസ്തുവിലേക്ക് ചെന്നെത്താൻ, മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന അറിവിലേക്ക് ചെന്നെത്താൻ, മനസ്സിന് ഊർജമായിട്ടിരിക്കുന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് ചെന്നെത്താൻ മനസ്സുകൊണ്ട് കഴിയാത്തത് കൊണ്ട്, മനസ്സുകൊണ്ട് കഴിയുന്നില്ല. മനസ്സ് വളരെ ചെറുതാണ്. മനസ്സ് മേൽഭാഗത്ത് ഈ അനുഭവങ്ങളെ കൊണ്ട് മാത്രം ആ പ്രപഞ്ച ലോകാനുഭവങ്ങളിൽ അങ്ങനെ വ്യാപനം ചെയ്തുകൊണ്ട് വ്യവഹരിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സ്. അതിൻ്റെ ആ മനസ്സിൻ്റെ മൂലമായിട്ടിരിക്കുന്ന, മനസ്സിൻ്റെ ഊർജമായിട്ടിരിക്കുന്ന
ആ ശക്തിയിലേക്ക് അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തിലേക്ക് ചെന്നെത്താൻ കഴിയുന്നില്ല. ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം. അപ്പോൾ മനസ്സെന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിൽ അടങ്ങുന്നതാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവമാണല്ലോ മനസ്സ്. അപ്പോൾ ഈ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതും ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്തുകൊണ്ടാണ് തിരിച്ചറിയുന്നത്? നമ്മൾ കാണുന്ന വസ്തുവിനെ അപഗ്രഥിച്ച് തിരിച്ചറിയുന്ന അറിവ് ഏതാണ്? കേൾക്കുമ്പോൾ ആ ശബ്ദങ്ങളെ ഇത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് അപഗ്രഥിക്കുന്ന ആ മനസ്സിൻ്റെ മൂലമുണ്ടല്ലോ, അത് ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ളതാണ്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ആ മൂലവസ്തുവിനെ ഒരിക്കലും കണ്ടെത്താൻ കഴിയുന്നില്ല. അതാണ് സൃഷ്ടിയുടെ രഹസ്യം. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. സൃഷ്ടാവിൻ്റെ പണിപ്പുരയുടെ കവാടങ്ങൾ തുറന്ന് പ്രപഞ്ച രഹസ്യങ്ങളെയെല്ലാം അറിയുന്ന ഒരവസ്ഥയാണ് ജ്ഞാനം. ആ ജ്ഞാനത്തിലേക്ക് പോവാൻ ജ്ഞാനം என்பது അറിവ്. അതെവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ മനസ്സിൻ്റെ അടിത്തട്ടിലാണ് കിടക്കുന്നത്. ആ മനസ്സിൻ്റെ ഊർജാവസ്ഥ, മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സിൻ്റെ ഊർജാവസ്ഥ. അപ്പോൾ മനസ്സിനെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ മനസ്സിൽ കിട്ടിയ അനുഭവങ്ങളെ കൊണ്ട് ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പോൾ പ്രവർത്തിപ്പിക്കുന്ന ആ അടിയിലുള്ള ഊർജം, അതാണ് സൃഷ്ടിയുടെ രഹസ്യം. അതിലേക്ക് മനസ്സിനെ വിട്ട് ആ അറിവിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ മനസ്സ് ആ അറിവായി മാറുന്ന അവസ്ഥ. അപ്പം മനസ്സിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മനസ്സിൻ്റെ ആഴത്തിലേക്കുള്ള ഒരു യാത്ര. ആ യാത്രയിൽ പ്രപഞ്ച കവാടങ്ങളെല്ലാം തുറന്ന് പ്രപഞ്ച രഹസ്യങ്ങളെയും ലോകാനുഭവങ്ങളെയും കടന്നു ചെന്ന് മനസ്സിൻ്റെ മൂലവസ്തുവിലേക്ക് പ്രവഹിച്ച് അത് അറിവായി ജ്ഞാനമായി ഇരിക്കുന്ന ആ മൂലമായ അറിവിലേക്ക് പ്രവഹിച്ച് മനസ്സ് ആ അറിവായി മാറുന്ന ഒരവസ്ഥ. ആ അവസ്ഥയാണ് ആത്മസാക്ഷാത്കാരം, ലിബറേഷൻ ഓഫ് സോൾ, ആത്മജ്ഞാനം, മനസ്സിൻ്റെ പൂർണ്ണാവസ്ഥ. ഇതൊക്കെയാണ് ഈ അവസ്ഥ കൊണ്ട് നമുക്ക് ലഭ്യമാകേണ്ടത്. വാക്കുകളിൽ ഇത് 2 നിമിഷം കൊണ്ട് ഞാൻ പറഞ്ഞു ബോധിപ്പിച്ചു. പക്ഷേ ഈ അവസ്ഥയിലേക്ക് എത്തുവാൻ എത്രമാത്രം നമ്മൾ അഭ്യസിക്കണം, ആ അഭ്യാസത്തിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഗീതയിലെ അർജുനൻ്റെ ഒരു ചോദ്യമുണ്ട് കൃഷ്ണനോട്. കൃഷ്ണ, എങ്ങനെയാ ചോദിക്കണം നോക്കൂ. ചഞ്ചലം ഹി മന കൃഷ്ണ, ചഞ്ചലമാണ് മനസ്സ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അടക്കാൻ പറ്റണില്ല. കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രമതി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വയോരിവ ദുഷ്കരം കൃഷ്ണ. ഈ മനസ്സിനെ അടക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? കാറ്റിനെ പോലെ അനിയന്ത്രിതമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റിനെ കടിഞ്ഞാണം പിടിച്ചിട്ട് നിർത്താൻ പറ്റുമോ? കുതിരയാണെങ്കിൽ നിർത്താം, കാറ്റിനെ നിർത്താൻ പറ്റുമോ? കാറ്റിൻ്റെ ശക്തി എന്താ? ആ കാറ്റിനെ പോലെ, വലിയൊരു കൊടുങ്കാറ്റിനെ പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ്. അതിനെ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ് കൃഷ്ണ, പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല. വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ധ്യാനിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുക, മനസ്സിനെ അറിയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക കൃഷ്ണ? എന്നെക്കൊണ്ട് വയ്യ, ഈ കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് പറ്റണില്ല. അപ്പോൾ എന്താച്ചാ തസ്യാഹം നിഗ്രഹം മന്യേ, കാറ്റുപോലെ നിയന്ത്രണീതമായി പറക്കുന്ന ഈ മനസ്സിനെ നിയന്ത്രിക്കുവാനോ നിർത്തുവാനോ സാധിക്കുന്നില്ല കൃഷ്ണ. ഇത് വളരെ പ്രയാസകരമാണ്. ഇതിന് അർജുനൻ പറയുന്ന മറുപടി ഒന്ന് കേട്ടു നോക്കൂ, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിൽ അർജുനൻ പറയുന്നത് അസംശയം മഹാബാഹു, നീ മഹാബാഹുവൊക്കെയാണ്, അതുകൊണ്ടാണ് മഹാബാഹു എന്നവിടെ വിളിക്കുന്നത്. അസംശയം നീ പറയുന്നത്
അർജുന, നീ പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. അത്ര പെട്ടെന്നൊന്നും മനസ്സിനെ നിർത്താൻ പറ്റില്ല. മനോനിർദിഗ്രഹം ശലം. പക്ഷേ അഭ്യാസേന തു കൗന്ദേയ, അഭ്യാസേന, അഭ്യാസം കൊണ്ട്, വെറും അഭ്യാസമല്ല, നിത്യാഭ്യാസം കൊണ്ട്. ഇത് മാത്രം പോരാ, വൈരാഗ്യേണ ച ഗൃഹ്യത്, വൈരാഗ്യവും അവിടെ ആവശ്യമാണ്. മനസ്സാന്നിധ്യം, മനസ്സിൻ്റെ ഉറപ്പ്. അപ്പോൾ മനസ്സിനെ നിഗ്രഹിക്കുക, മനസ്സിനെ നിർത്തുക, മനസ്സിനെ കൺട്രോൾ ചെയ്യുക, മനസ്സിനെ അറിയുക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് ലളിതമായി സാധിക്കാവുന്നത് കൂടിയാണ്. ദുഷ്കരമായിട്ടുള്ളതാണെങ്കിലും ലളിതമാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? യോഗാഭ്യാസം കൊണ്ട് മനനിഗ്രഹം എന്ന് പറയുന്നത്, മനസ്സിനെ നിർത്തുക എന്ന് പറയുന്നത് സുനിശ്ചിതമായ ഒരു കാര്യമാണ്. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്ന യോഗം കൊണ്ട് കിട്ടാവുന്ന ഒരവസ്ഥയെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. യോഗശ്ചിത്തവൃത്തി നിരോധ, യോഗശ്ചിത്തവൃത്തി നിരോധ. യോഗം എന്നത് ചിത്തത്തിൻ്റെ വൃത്തി, മനസ്സിൻ്റെ പ്രവർത്തനം, ഇതിനെ നിരോധിക്കുക എന്നതാണ്. അപ്പോൾ യോഗത്തിൻ്റെ പൂർണ്ണാവസ്ഥ മനസ്സിനെ നിർത്തുക. ദ സ്റ്റോപ്പേജ് ഓഫ് മൈൻഡ് ഈസ് അൾട്ടിമേറ്റ് എയിം ഓഫ് യോഗ. പക്ഷെ അതിൽ കൃഷ്ണൻ ഇതിനു വേണ്ടി പറയുന്ന അഭ്യാസ രൂപം എങ്ങനെയാണെങ്കിൽ, ദൃഢനിഷ്ഠനായി നിത്യാഭ്യാസം ചെയ്താൽ, ദൃഢചിത്തതയോടെ നിത്യാഭ്യാസം അഭ്യാസം ചെയ്യുകയാണെങ്കിൽ ഇത് സാധിക്കാം, ഇതിൽ വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. പക്ഷേ ഈ ദൃഢനിശ്ചയത്തിൽ അല്ലെങ്കിൽ നിത്യാഭ്യാസം ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെ ഇരുന്നുകൊണ്ട് മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ദിവസവും ധ്യാനം ചെയ്യും എന്നുള്ള അതിനൊരു എക്സസൈസൊക്കെ ചെയ്ത് പ്രാണായാമമൊക്കെ ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഈ അവസ്ഥയെ നമുക്ക് ലഭ്യമാകില്ല. ഇതിന് ഈ ദൃഢനിശ്ചയത്തിൽ വേറെ ചില കാര്യങ്ങളിൽ കൂടെ ആ ദൃഢനിശ്ചയം മനസ്സിനെ ദൃഢപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതെന്താണ്? ഗീതയിൽ തന്നെ കൃഷ്ണൻ്റെ ഉപദേശങ്ങളുണ്ട്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഈ ആഹാരം, യുക്തമായിട്ടുള്ള ആഹാരം. എന്താണ് ഈ യുക്തമായിട്ടുള്ള ആഹാരം? ശരീരത്തിൽ മാലിന്യത്തെ ഉൽപാദനം ചെയ്യാത്ത ഭക്ഷണം. ഈ ശരീരത്തിലെ ഭക്ഷണം കൊണ്ട് എങ്ങനെയൊക്കെയാണ് മാലിന്യം ഉണ്ടാവുന്നത്? ശുദ്ധമായ ഭക്ഷണത്തിൽ കൂടെ അളവിന് അധികമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹനക്രിയ നടക്കാതെ മാലിന്യമായിട്ട് മാറുന്നു. ഇതും ശരീരത്തിനോട് ഇണങ്ങാത്ത അല്ലെങ്കിൽ ശരീരത്തിന് പറ്റാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവിടെയും ദഹനം നടക്കുന്നില്ല, അതും മാലിന്യമായിക്കൊണ്ട് മാറുന്നു. ആവശ്യത്തിലധികം കഴിക്കുക, ശരീരത്തിന് പറ്റാത്തത് കഴിക്കുക, നേരവും കാലമൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കുക, വേണ്ടാത്ത ഭക്ഷണങ്ങൾ വേണ്ടാത്ത സമയത്ത് കഴിക്കുക, വിശപ്പില്ലാത്ത നേരത്ത് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ മുകളിൽ വളരെ കൃത്യനിഷ്ഠ. യോഗികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഭക്ഷണത്തിൽ വളരെ കൃത്യമായിരിക്കണം. കാരണം ഭക്ഷണം കൊണ്ട് നിർമ്മിച്ചതാണല്ലോ ഈ ശരീരം. ആ ശരീരത്തിലാണല്ലോ ജീവൻ പ്രവഹിക്കുന്നത്, ജീവൻ്റെ ഓട്ടം നടക്കുന്നത്. ആ ജീവനിൽ നിന്നാണല്ലോ മനസ്സുണ്ടാകുന്നത്. അപ്പോൾ ഭക്ഷണം ജീവനെയും മനസ്സിനെയും വളരെയധികം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് സത്യം. ജീവൻ്റെ പ്രവാഹത്തിൽ തടസ്സം ഏർപ്പെടുന്നതായിട്ടുള്ള ഒരവസ്ഥ ശരീരത്തിൽ മാലിന്യമുണ്ടാക്കുന്ന വസ്തുക്കളെ കൊണ്ട് ആ മാലിന്യം ഒരു റെസിസ്റ്റൻസായി, തടസ്സമായി ശരീരത്തിൽ ഉണ്ടാവുമെന്നുള്ളതാണ്. അപ്പോൾ ശരീരശുദ്ധിക്ക്, ശരീരം പരിശുദ്ധമാവാൻ
ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശരീരം ശുദ്ധമാകുമ്പോൾ ജീവൻ്റെ പ്രവാഹത്തിന് അവിടെ തടസ്സമില്ലാതെ ആവുന്നു. അതുകൊണ്ട് തടസ്സമില്ലാത്ത ആത്മപ്രവാഹത്തിലൂടെ, പ്രാണപ്രവാഹത്തിലൂടെ മനസ്സ് അവിടെ ശുദ്ധീകരിക്കപ്പെടുന്നു. മനസ്സ് ദൃഢനിശ്ചയതയ്ക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കാനുള്ള അവസ്ഥയും ഇതുകൊണ്ട് ലഭ്യമാകുന്നു. അപ്പോൾ ഭക്ഷണത്തിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് ഒരു യോഗി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. എങ്കിൽ മാത്രമേ യോഗ സാധനകളിൽ വിജയം കൈവരിക്കാനാകൂ എന്നുള്ളതും മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. അറിവിൻ്റെ ഈ പൂർണ്ണത, ഇങ്ങനെ നമ്മൾ യോഗം കൊണ്ട് അറിവിൻ്റെ പൂർണ്ണതയിലേക്ക്, അത് മനസ്സിൻ്റെ അടിത്തട്ടിലിരിക്കുന്ന അറിവാകുന്ന ആ അറിവിനോട് മനസ്സ് ലയമാകുന്ന ആ അവസ്ഥ, അറിവിൻ്റെ പൂർണ്ണത കൈവരിക്കുമ്പോൾ ജീവിതം യാഥാർത്ഥ്യമുള്ളതായി തീരുന്നു. കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തമാകുന്നു. സംസാര സാഗരത്തിൽ നിന്ന് വിമുക്തമാകുന്നു. സൃഷ്ടാവിനും സൃഷ്ടിക്കും തമ്മിലുള്ള ബന്ധം മനസ്സിലാകുന്നു. ഇതിൻ്റെയൊക്കെ സൃഷ്ടാവ് ആരാണ്? ഇതെങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തിനെ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഇതിൻ്റെ മൂലവസ്തുക്കൾ എന്താണ്? അപ്പം ഈ സൃഷ്ടിയുടെ രഹസ്യമാണിത്, പ്രപഞ്ച രഹസ്യമാണിത്. ഈ രഹസ്യത്തെ ആ മനസ്സിലൂടെ ഉള്ളിലേക്ക് അങ്ങനെ ചെന്ന് അടിത്തട്ടിലെത്തുമ്പോൾ കടലിൻ്റെ വെള്ളത്തിൽ കൂടെ അങ്ങനെ പോയിട്ട് കടലിൻ്റെ അടിത്തട്ട് സ്പർശിക്കുന്നത് പോലെ മനസ്സിൻ്റെ ആ അടിഭാഗത്തെ സ്പർശിക്കുമ്പോൾ, ആ മനസ്സിലൂടെ പോകുമ്പോൾ അതിൽ ഈ പ്രപഞ്ച രഹസ്യങ്ങളെ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സൃഷ്ടാവിൻ്റെ രഹസ്യങ്ങൾ, സൃഷ്ടിയുടെ രഹസ്യങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ, ഇത് മനസ്സിലാവുന്നതാണ് ആത്മജ്ഞാനം. ഇവിടെയാണ് മനസ്സിൻ്റെ പൂർണ്ണത. ഇത്രയും അമൂല്യമായൊരു വിദ്യ, ഇത് വളരെ ദൈവികമായിട്ടുള്ള ഈശ്വരാനുഗ്രഹം കൊണ്ട് എന്നൊക്കെ പറയില്ലേ, നമുക്ക് ലഭ്യമായതാണ്. ഇത് കാത്തു സൂക്ഷിച്ചത്, ഈ വിദ്യയെ പല 1000 കൊല്ലങ്ങളായി, 2000, 3000 എന്നല്ല, 5000, 10,000, 20,000 കൊല്ലങ്ങളോളം നമ്മുടെ പിതാമഹന്മാര് ഇതിനെ കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ് നമുക്കിത് ലഭ്യമായത്. ഈ ലഭ്യമായതിൻ്റെ ഇതിനൊരു നിയമമുണ്ട്, ഒരു തത്വമുണ്ട്. മധ്യദീപികാസ്ഥാനം എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് ഈ വിദ്യ നമുക്ക് ലഭിച്ചു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിദ്യയുടെ പരിശുദ്ധിയെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെതായ പൂർണ്ണതയിൽ നാം അത് മനസ്സിലാക്കുകയും അഭ്യസിക്കുകയും പിതൃക്കൾ പറഞ്ഞിട്ടുള്ള ആ പൂർണ്ണാവസ്ഥയെ അറിയുകയും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൊടുക്കണം. അതിനെന്താണെങ്കിൽ ഈ മധ്യദീപിക സ്ഥാനം എന്ന് പറയുന്നത്, ഒരു മുറിയിൽ വിളക്ക് വയ്ക്കുകയാണെങ്കിൽ, വിളക്ക് കത്തിച്ച് വെച്ചാൽ ആ മുറിയിൽ മാത്രം അതിൻ്റെ പ്രകാശം ലഭ്യമാണ്. അതിൻ്റെ അടുത്തുള്ള വേറൊരു അറയിലാണ് വിളക്ക് വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ മാത്രമേ അത് പ്രകാശം ലഭ്യമാകൂ. പക്ഷേ ഈ 2 അറകളുടെ 2 മുറിയുടെയും നടുവിൽ വിളക്ക് വയ്ക്കുകയാണെങ്കിൽ ആ പ്രകാശം ആ മുറിയിലേക്കും കിട്ടും, ഈ മുറിയിലേക്കും കിട്ടും. അപ്പം നടുക്ക് വെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ പിതാക്കന്മാരുടെ മുൻതലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും നടുവിൽ നിൽക്കുന്നതാണ് നമ്മൾ. അപ്പോൾ പിതൃക്കളിൽ നിന്ന് ഈ വിദ്യ നമുക്ക് ലഭിക്കുന്നു, നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്ന് ഈ വിദ്യ നമുക്ക് ലഭിക്കുന്നു. ഈ വിദ്യയുടെ പരിപാവനത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് ഇത് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ഇതിനെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം അടുത്ത തലമുറയ്ക്ക് ഇത് നമ്മൾ കൈമാറ്റം ചെയ്യാൻ. ഇത്രയും കാലം ഇതിനെ ഈ പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച നമ്മുടെ പിതാക്കന്മാരോടും പ്രപിതാക്കന്മാരോടും മഹായോഗികളോടും നന്ദിയോടെ അവരെ സ്മരിക്കണം. അവരുടെ ആ ജ്ഞാനത്തെ അംഗീകരിക്കണം. ഭക്തിയോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ ഈ ജ്ഞാനത്തെ നാം പൂർണ്ണമാക്കി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് നാം ഇത് മനസ്സിലാക്കാൻ ഒരു നല്ല ഗുരുവിനെ തേടുകയും, ആ ഗുരു നല്ല ഗുരുവായിരിക്കണം, മനസ്സിലാക്കിയ ഗുരുവായിരിക്കണം, കപട ഗുരു ആവരുത്, ഉചിതമായ ഒരു ഗുരുവായിരിക്കണം. ആ ഗുരു
ഈ അമൂല്യ വിദ്യയെ അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ നമുക്ക് പഠിപ്പിച്ചു തരുകയും അതിനെ അതിൻ്റേതായ ഉത്തരവാദിത്വബോധത്തോടെ നാം പരിശീലിക്കുകയും അങ്ങനെ പരിശീലിച്ചുകൊണ്ട് അതിൻ്റെ പൂർണ്ണാവസ്ഥ നമുക്ക് ലഭ്യമാകട്ടെ എന്ന് ജഗന്മാതാവിനോട് ഈശ്വരനോട് കൈകൂപ്പി പ്രാർത്ഥിക്കാം. ഈ വിദ്യ എന്നിലേക്ക് കൈമാറിയ എനിക്ക് അരുളിയ എൻ്റെ ഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് ഈ നല്ല ചിന്തനയെ തൽക്കാലം ഇവിടെ നിർത്താം. സന്തോഷം. വാഴ്ക വടമുടൻ.